കായിക താരങ്ങളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്ലാറ്റിനം ജൂബിലി കായിക പരിശീലന കളരിക്ക് തുടക്കം. നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന 75 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പന്ത് തട്ടി നിർവഹിച്ചു. നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന 75 കർമ്മ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. സ്പോർട്സിൽ കായിക താരങ്ങൾക്ക് തിളങ്ങാൻ ചെറുപ്രായത്തിൽ തന്നെ പരിശീലനം നൽകിക്കൊണ്ട് മികവുള്ള കായിക താരങ്ങളെ കണ്ടെത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അവധിക്കാലത്തും തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം നൽകുവാൻ സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പന്ത് തട്ടി പരിശീലനത്തിന് തുടക്കം കുറിച്ചു. ഡിസ്ട്രിക്ട് സ്കൂൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ മുൻ സെക്രട്ടറിയും സെന്റ് ജോൺസ് ഹൈസ്കൂൾ കായികാധ്യാപകനുമായിരുന്ന ബിനോയ് പോൾ മുഖ്യ പരിശീലകനും സഹപരിശീലകൻ ജിജോ സേവ്യറും ചേർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ബാഡ്മിന്റൺ എന്നിവയിലുള്ള പരിശീലനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെസ്, ക്യാരംസിലും പരിശീലനം നൽകി. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി കൺവീനറുമായ ജോയ് പോൾ പരിശീലന പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചരക്കാട്ട്, സ്കൂൾ പ്രധാന അധ്യാപകൻ വിനു ജോർജ്, PTA പ്രസിഡന്റ് ആന്റണി പെരേര, MPTA ചെയർപേഴ്സൺ ഷീജ ജിയോ, പ്രോഗ്രാം കോർഡിനേറ്റർ ലാലി ജെയിംസ് എന്നിവർ പരിശീലന കളരിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.